നമസ്തേ, ഞാൻ ശ്രീരേഖ. രേഖ മേനോൻ ഹെയർ കെയർ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ പറയുന്ന ഈ പാക്കും കാര്യങ്ങളും എല്ലാം എഴുതി വെച്ച് നോട്ട്ബുക്കിൽ എഴുതി വെക്കണമെന്ന് പറഞ്ഞു ചിത്രാജി. അങ്ങനെ തന്നെയാണ് കേട്ടോ വേണ്ടത്. നമ്മളൊരു ബുക്കിൽ എല്ലാം ഇങ്ങനെ നോട്ട് ചെയ്ത് വെക്കുകയാണെങ്കിൽ നമുക്ക് എളുപ്പമൊന്ന് നോക്കാൻ മനസ്സിലാവും കേട്ടോ. നിങ്ങൾക്ക് ഇത് ഹെയർ ചലഞ്ചായിട്ടും നിങ്ങൾക്ക് ഇങ്ങനെ റൊട്ടീനായിട്ട് ചെയ്യാനും പറ്റും. ഓരോന്ന് പിന്നെ അതിൻ്റെ ഓരോ ഗുണങ്ങളുണ്ട് കേട്ടോ. എന്തിന് ഉപയോഗം അതൊക്കെ കൂടി നോട്ട് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വളരെ ഉപകാരപ്രദമാവും കേട്ടോ. അപ്പോൾ ചിത്രാജിക്ക് വളരെ താങ്ക്സ് കേട്ടോ. ഇങ്ങനെയൊക്കെ എഴുതി വെച്ച് അത് മറ്റുള്ളവർക്കും കൂടി ഒരു ഉപയോഗമാവുമല്ലോ ഇങ്ങനെ പറയുമ്പോൾ കേട്ടോ. അപ്പോൾ നിങ്ങൾ ഓരോന്നിനും ഓരോ തരത്തിലുള്ളതാണ്. അതെല്ലാം നോട്ട് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് മാറി മാറി ഉപയോഗിക്കാം. ഓരോന്നും ഓരോ സമയത്ത് ഉപയോഗിക്കേണ്ട തരത്തിലുള്ള താളികളും അതുപോലെ തന്നെ പാക്കും കാര്യങ്ങളൊക്കെയാണ്. മുടി കൊഴിച്ചിലിന് എന്താണ്, സിൽക്കി ഹെയർ ആവാൻ എന്താണ്, മുടി അഴുക്ക് പോകാൻ എന്താണ്, പൊട്ടിപ്പോകുന്നതിന് എന്താണ്, സ്പ്ലിറ്റ് എന്തിന് എന്താണ്, മുടി എളുപ്പം ഗ്രോത്തിന് വേണ്ടിയിട്ട് എന്താണ് എന്നൊക്കെ പറഞ്ഞു. അപ്പം ഇതെല്ലാം ഇങ്ങനെ നോട്ട് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എളുപ്പം അത് മനസ്സിലാക്കാൻ പറ്റും കേട്ടോ. നമുക്ക് വേഗം നമുക്ക് ഓരോ ദിവസം തലേ ദിവസം നമുക്ക് ആലോചിച്ച് വെക്കാം പിറ്റേ ദിവസം എന്താണ് ചെയ്യേണ്ടതെന്നൊക്കെ കേട്ടോ. ഏറ്റവും നല്ല കാര്യമാണ് കേട്ടോ അത്. ഇന്നലെ ഞാൻ പരിചയപ്പെടുത്തിയ പാക്ക് തേച്ചതാണ് കേട്ടോ ഇത്. നെല്ലിക്കപ്പൊടിയും കാപ്പിപ്പൊടിയും പിന്നെ കൂടാതെ വിറ്റാമിൻ എയും കേട്ടോ. അപ്പോൾ അതിൻ്റെ അളവൊക്കെ ചോദിച്ചിരുന്നു. അളവ് ഇപ്പം നമ്മൾ സാധാരണ 3 സ്പൂൺ എടുക്കുകയാണെങ്കിൽ 1 സ്പൂൺ ഇത്. നമ്മൾ കൂടുതൽ അതായത് ഓരോരുത്തരുടെ മുടിക്ക് വേണ്ടതാണ്. അതാണ് ഞാൻ കൂടുതലായിട്ട് അളവ് പറയാത്തത് കേട്ടോ. ഇന്നലെ സൂചിപ്പിച്ചിരുന്നു ഓരോരുത്തർക്കും വേണ്ടതെന്ന് പറഞ്ഞു. കാരണം മുടി ഒരുപാടുള്ളവർ അതനുസരിച്ച് എടുക്കുക, കുറച്ചുള്ളവർ അതനുസരിച്ച് എടുക്കുക കേട്ടോ. അപ്പോൾ അങ്ങനെ ആവശ്യത്തിന്, അതായത് 3 സ്പൂൺ നമ്മൾ നെല്ലിക്കപ്പൊടി ആണെങ്കിൽ 1 സ്പൂൺ കാപ്പിപ്പൊടി എടുക്കുക. 1 സ്പൂൺ ഇതുപോലെ നമ്മൾ ഇപ്പോൾ 1 സ്പൂൺ കാപ്പിപ്പൊടി എന്നുള്ളത് 5 സ്പൂണാണ് നെല്ലിക്കപ്പൊടിയെങ്കിൽ അതനുസരിച്ച് കൂട്ടിക്കൊണ്ടിരിക്കുക കേട്ടോ. പിന്നെ വിറ്റാമിൻ ഇ ക്യാപ്സുൾ 2 മതി. അത് അതിൽ കൂടുതൽ വേണമെന്നില്ല കേട്ടോ. 2 മതി. അപ്പോൾ ഇങ്ങനെ ഇത് ഉപയോഗിച്ച് നമുക്ക് ആവശ്യത്തിന്, അതാണ് ഞാൻ ഇന്നലെ പറഞ്ഞത്, എന്തോരം നമുക്ക് ആവശ്യമുണ്ടോ അത്രത്തോളം കൂട്ടാം കേട്ടോ. നമ്മളിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് തേച്ചുകൊണ്ടിരിക്കുമ്പോൾ ഉണ്ടല്ലോ നമ്മൾ മുടിക്കും ഇപ്പോൾ നെല്ലിക്കപ്പൊടി എന്ന് പറഞ്ഞാൽ അയൺ കണ്ടന്റ് ആണ് അല്ലേ. അപ്പോൾ ഇരുമ്പ് സത്തുള്ളതാണ്. അപ്പം നമുക്ക് അതിൻ്റെ ആ സത്ത് ഉള്ള കാരണം നമുക്ക് മുടിക്ക് കൂടുതലും ഒരു കളറ് കിട്ടുന്ന പോലെ ഉണ്ടാവും കേട്ടോ. ഇടയ്ക്കിടയ്ക്ക് തേക്കുമ്പോൾ കളർ കിട്ടും. പിന്നെ പാക്ക് ഉപയോഗിക്കുന്നവർക്ക് തേക്കാമോ എന്ന് പറഞ്ഞു. എന്തുകൊണ്ടില്ല, തീർച്ചയായിട്ടും ഉപയോഗിക്കാം കേട്ടോ. ഈ പാക്ക് മറ്റേ ഹെയർ ഡൈ ഉപയോഗിക്കാവുന്നവർക്ക് ചെയ്യാമോ എന്ന് ചോദിച്ചു. ഹെയർ ഡൈ ഉപയോഗിക്കുന്നവർക്കും ചെയ്യാം. ഇതൊക്കെ കളർ കൂട്ടേ ഉള്ളൂ കേട്ടോ. നമുക്ക് പിന്നെ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ഹെയർ ഡൈ ചെയ്യുന്നുണ്ടല്ലോ, അവർക്ക് എല്ലാവർക്കും പറ്റിയതാണ് കേട്ടോ. ഹെയർ ഡൈ കഴിഞ്ഞിട്ട് ശേഷം ചെയ്യാൻ പറ്റിയ അലോവേര ജാമും, അല്ല സോറി, ഇടയ്ക്കിടയ്ക്ക് വെള്ളി വീഴുന്നുണ്ട്, ക്ഷമിക്കണം. ജാം കഴിക്കാറുണ്ട് ഞാൻ അലോവേര, അതുകൊണ്ടിട്ട് പെട്ടെന്ന് അങ്ങനെ വന്നതാണ് കേട്ടോ. അപ്പോൾ അലോവേര ജെല്ലിൽ ഒലിവ് ഓയിലും കൂടി മിക്സ് ചെയ്തിട്ട് തലയിൽ തേക്കാൻ പറ്റും നമുക്ക് കേട്ടോ. അപ്പോൾ അതൊക്കെ അതുപോലെയുള്ള പൊടികളൊക്കെ നമുക്ക് തേക്കാം. ഹെയർ ഡൈ ഉപയോഗിക്കുന്നവർക്കും തേക്കാവുന്നതാണ് കേട്ടോ. ഞാൻ ഹെയർ ഡൈ ഉപയോഗിക്കുന്നുണ്ടല്ലോ, ഞാൻ കാണിച്ചു തന്നല്ലോ ഉപയോഗിക്കുന്നത് എങ്ങനെയാണ് ഏതൊക്കെയാണെന്ന്. അപ്പോൾ നമുക്ക് ആർക്കും ഉപയോഗിക്കാം കേട്ടോ. ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ആ ഡൈ ഒന്ന് പരട്ടി കൊടുത്താൽ മതി, അപ്ലൈ ചെയ്താൽ മതിയാവും കേട്ടോ. ഇപ്പോൾ നല്ല ചൂടാണല്ലോ, അപ്പോൾ ഈ ചൂട് സമയത്ത് നമുക്ക് തേക്കാൻ പറ്റിയ ഏറ്റവും ബെസ്റ്റ് താളിയാണ് കേട്ടോ. പാരമ്പര്യമായിട്ട് എല്ലാവരും തേച്ചുകൊണ്ടിരിക്കുന്ന ഒരു താളിയാണ്, എല്ലാവർക്കും അറിയാൻ പറ്റും. അതായത് ചെമ്പരത്തി ഇലയുടെ കണ്ടോ താളിയും കൂടാതെ ചെമ്പരത്തി പൂവും കൂടി നമുക്ക് ഇടാം കേട്ടോ. ചെമ്പരത്തി പൂവും ഈ താളിയും കൂടി ഇട്ടിട്ട് നമ്മൾ ഇതിലേക്ക് ഇത് പിഴിഞ്ഞെടുക്കാം. നമ്മൾ ഇത് ഒന്നില്ലെങ്കിൽ നമുക്ക് ഞരടി എടുക്കാം, അതല്ലെങ്കിൽ വല്ല മിക്സിയിൽ ഇട്ട് അരച്ചിട്ട് പിഴിഞ്ഞെടുക്കാം കണ്ടോ. ചെമ്പരത്തി പൂക്കളും പിന്നെ നമ്മൾ താളി ഇലയും കൂട്ടിയിട്ടുള്ള താളിയാണ് കേട്ടോ. പൂക്കളും ഇതും കൂടി നമുക്ക് നോക്കണം കേട്ടോ. വല്ല മാറാമ്പിലോ വല്ല ജീവികളൊക്കെ ഉണ്ടോ എന്ന് നോക്കണം. നോക്കിയിട്ട് വേണം ഇത് എടുക്കാൻ കേട്ടോ. വലിയ കുഞ്ഞു എട്ടുകാലിയൊക്കെ ഉണ്ടാവും. അപ്പോൾ ആ എട്ടുകാലി ഉണ്ടെങ്കിൽ നോക്കി എടുക്കണം കേട്ടോ. നന്നായിട്ട് കഴുകിയിട്ട് വേണം ഇത് എടുക്കാൻ കേട്ടോ. കഴുകി എല്ലാം ഉണ്ടാവും. എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ പുഴുക്കീട്ടങ്ങളൊന്നും ഇല്ലാതെ ഉറപ്പ് വരുത്തിയിട്ട് കഴുകി വെച്ചതാണ് കേട്ടോ ഇതെല്ലാം. അപ്പോൾ ഇത് ഇങ്ങനെ എടുത്തിട്ട് നമുക്ക് സമയമില്ലാത്തവർ വേണമെങ്കിൽ മിക്സിയിൽ അരച്ചെടുക്കാം കേട്ടോ.
അത് നമുക്ക് ഞരടി എടുക്കണമെങ്കിൽ ഞരടി എടുക്കാം. കുറച്ച് വെള്ളം എടുത്താൽ മതി കേട്ടോ. ആവശ്യത്തിന് ഇത്തിരി വെള്ളം എടുക്കാം. എടുത്തേട്ടെ നമുക്കിത് താളിയായിട്ടും തേക്കാം, ഇത് പാക്കായിട്ടും തേക്കാം. അതായത് ഈ ചൂട് കാലത്ത് ഏറ്റവും ബെസ്റ്റാണ് കേട്ടോ. ഇതിങ്ങനെ ഞെരടി എടുത്തിട്ട് നമ്മൾ ഒരു കോട്ടൺ തുണിയിൽ അരിച്ചെടുക്കുമല്ലോ. ഇങ്ങനെ കാണുന്നുണ്ടോ കേട്ടോ? ഇങ്ങനെ എടുത്തിട്ട് ചെറുതായിട്ട് ഇങ്ങനെ മുറിച്ച് ഇങ്ങനെ ഇടാം. ഇത് താളി വന്നതിന് ശേഷം എടുത്തതിന് ശേഷം നമ്മൾ ഒരു കോട്ടൺ തുണിയിൽ അരിച്ചെടുക്കാം. അരിച്ചെടുത്തിട്ട് അതിലേക്ക് ഒരു 2 സ്പൂൺ നെല്ലിക്ക കേട്ടോ, നെല്ലിക്കപ്പൊടി ചേർക്കാം. അപ്പോൾ മുടിക്ക് നല്ല സോഫ്റ്റും കിട്ടും, സോഫ്റ്റ് ആയിട്ടോ. പിന്നെ ഈ താളിയില്ലേ, ഈ ചെമ്പരത്തിയുടെ താളി തേക്കുമ്പോൾ വേറൊരു ഗുണം കൂടി ഉണ്ട് കേട്ടോ. മുടിക്ക് നീളം വെക്കും ചെയ്യും കേട്ടോ. മുടി നീളം വെക്കും. ധാരാളം മുടി, കുഞ്ഞു മുടി വരും ചെയ്യും. അതുപോലെ ഇതില് നല്ലൊരു ജെല്ലിന്റെ ഇത് കണ്ടോ, ജെല്ലാണ്. അപ്പൊ ശരിക്കും ഇങ്ങനെ നമ്മൾ ഞരടി എടുക്കുമ്പോൾ ഈ ജെല്ല് ഇത് തല തേക്കുമ്പോൾ നിങ്ങളൊന്ന് പരീക്ഷിച്ച് നോക്കൂ കേട്ടോ. നിങ്ങളെ തലമുടി നീട്ടവും വെക്കും ഇത് കേട്ടോ. വെറുതെ അല്ല പറയാം, ഇതുപോലെ എടുക്കാം. അപ്പോൾ ഈ ഹോട്ട് സീസണിൽ കേട്ടോ, അതായത് ഈ വേനൽക്കാലത്തും ചൂടുള്ള സമയത്തൊക്കെ നമുക്ക് തലയിൽ തേക്കാൻ ഏറ്റവും ബെസ്റ്റ് ആണ് കേട്ടോ ഈ ചെമ്പരത്തി താളി. ഇത് ഇത്രയും ബെസ്റ്റ് വേറെ ഇല്ല ഈ വേനൽക്കാലത്ത് കേട്ടോ. അപ്പം നമ്മളിങ്ങനെ ഞെരടി പഴയ ആൾക്കാരൊക്കെ കല്ലുമ്മ വെച്ച് ഉരച്ചെടുക്കുമായിരുന്നു കേട്ടോ. അവരിതിങ്ങനെ കൈകൊണ്ട് പീച്ചാണ് എടുക്കുന്നത് കേട്ടോ. എന്നിട്ട് കല്ലിൽ വെച്ചിട്ട് ഉരച്ച് നമുക്ക് എടുക്കാം. അപ്പോൾ ഇത് നമുക്ക് പാക്കായിട്ട് ഉപയോഗിക്കേണ്ട എങ്ങനെയാണെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞ പോലെ 2 സ്പൂൺ നെല്ലിക്കപ്പൊടി ഇടാം. ഇട്ട് കഴിയുമ്പോൾ ഇതൊന്ന് ഒരു മാസ്ക്, ഹെയർ മാസ്ക് പോലെ ആവും അല്ലേ, പേസ്റ്റ് പോലെ ആവും. എന്നിട്ട് നമ്മൾ അത് വേണമെങ്കിൽ തലോട്ടിലൊക്കെ തേച്ച് പിടിപ്പിക്കാം നമുക്ക്. എന്നിട്ട് ഒരു അരമണിക്കൂർ കഴിയുമ്പോൾ വാഷ് ചെയ്ത് കളഞ്ഞാൽ മതി. വെറുതെ വാഷ് ചെയ്താൽ മതി കേട്ടോ. നിങ്ങളൊന്ന് പരീക്ഷിച്ച് നോക്കൂ കേട്ടോ. നിങ്ങൾക്ക് ഇത് തേച്ച് കഴിഞ്ഞിട്ട് ഈ താളി തേക്കാം, ഇടയ്ക്കിടയ്ക്ക് തേക്കണം കേട്ടോ. ഒരു ദിവസം കൊണ്ടല്ല കേട്ടോ ഞാൻ പറയുന്നത്, ഇടയ്ക്കിടയ്ക്ക് തേച്ച് കഴിയുമ്പോൾ നമുക്ക് മുടിക്ക് നീളം വെക്കുന്നതായിട്ട് തോന്നും കേട്ടോ. അറിയാൻ പറ്റും, മുടിയുടെ നീളം കൂടുന്നതായിട്ട് അറിയാൻ പറ്റും കേട്ടോ. അപ്പോൾ എന്നിട്ട് ഇത് വൈകുന്നേരങ്ങളിൽ മുടി തല്ലി പോവാതെ ഉറങ്ങുന്ന സമയത്ത് നമ്മൾ മുടി കെട്ടി വെക്കണം കേട്ടോ. പിന്നെ ഇടാൻ പറ്റിയ ഏറ്റവും നല്ലതാണ്. കാരണം മുടി ഉറക്കത്തിൽ തല്ലി പൊട്ടിപ്പോകാൻ ചാൻസ് ഉണ്ട്. അപ്പം ഇതുപോലെ ഇടയ്ക്കിടയ്ക്ക് നിങ്ങൾ ആഴ്ചയിൽ 2-3 തവണ ഈ ചൂട് സമയത്ത് നിങ്ങൾ ഈ താളി ഉണ്ടാക്കി തലയിൽ തേച്ച് പിടിപ്പിച്ച് കഴിഞ്ഞാൽ മുടിക്ക് നീളം വയ്ക്കും, കൂടാതെ മുടി വളരും ചെയ്യും കേട്ടോ. ഹെയർ ഫോൾ ഉണ്ടെങ്കിൽ അത് മാറും ചെയ്യും. ഇങ്ങനെ പിഴിഞ്ഞെടുക്കാം. ഇനിയിപ്പോൾ രാവിലെ നിങ്ങൾക്ക് ഇതുപോലെ താളി എടുത്ത് വെക്കാൻ സമയമില്ലെങ്കിൽ നിങ്ങൾക്ക് വേറെ കാര്യം ചെയ്യാം. രാത്രി ഇതുപോലെ എടുത്തിട്ട് നെല്ലിക്കപ്പൊടി മിക്സ് ചെയ്ത് വെക്കാം, പേസ്റ്റ് ആക്കിയിട്ട് വെക്കാം കേട്ടോ. പേസ്റ്റ് ആക്കിയിട്ട് വെച്ചിട്ട് പിറ്റേ ദിവസം രാവിലെ തേച്ചാൽ മതി കേട്ടോ. കുളിക്കുന്നതിന് മുമ്പ് തേച്ച് പിടിപ്പിച്ചാലും മതി. നമുക്ക് ആവശ്യത്തിന് വെള്ളം എടുത്താൽ മതി കേട്ടോ. നെല്ലിക്കപ്പൊടി ഇടുന്നുണ്ടെങ്കിൽ ആവശ്യത്തിന് വെള്ളം എടുത്ത് കുറുക്കി നമുക്ക് കൈ കൊണ്ട് തന്നെ പേസ്റ്റ് ആക്കിയിട്ട് തലയിൽ തേച്ച് പിടിപ്പിക്കാവുന്നുള്ളൂ. അല്ല നെല്ലിക്കപ്പൊടി വേണ്ടെങ്കിൽ നിങ്ങൾക്കിത് മാത്രം മതിയെങ്കിൽ എന്തോരം വേണമെങ്കിലും എടുക്കാം കേട്ടോ. അത് കോട്ടൺ തുണിയിൽ അരിച്ചിട്ട് വേണം കുളിക്കുന്ന സമയത്ത് തലോട്ടിലും തലമുടിയിലൊക്കെ തേച്ച് പിടിപ്പിച്ചിട്ട് കഴുകിക്കളയാം. ഉണ്ടോ, ഇതാണ്. രണ്ടും എടുക്കാം കേട്ടോ. ഇതാണ് കേട്ടോ നമ്മൾ ഞെരടി പിഴിഞ്ഞെടുത്ത താളി കേട്ടോ. എന്നിട്ട് ഈ താളി നമുക്ക് ഇതിൽ അരിച്ചെടുക്കാം കേട്ടോ. ഒരു കോട്ടൺ തുണിയിൽ അരിച്ചെടുക്കാം. വേണ്ടത്ര മതി കേട്ടോ. നിങ്ങൾക്ക് ഇത് കുറച്ച് പേസ്റ്റ് ആക്കി തേച്ചിട്ട് ബാക്കി താളി എടുത്ത് വെച്ചിട്ട് കഴുകുന്ന സമയത്ത് ആ താളിയും കൂടി ഇട്ട് കഴുകാം കേട്ടോ. ഇതുപോലെ കാണാൻ പറ്റുന്നുണ്ടോ? ഇതാണ് താളി. തലയ്ക്ക് നല്ല തണുപ്പായിട്ട് ഉറക്കം കിട്ടും കേട്ടോ താളി. ഈ ചെമ്പരത്തി താളി തേക്കുമ്പോൾ നെല്ലിക്കയും കൂടി ഇടുന്നുണ്ടല്ലോ. അപ്പൊ നമുക്ക്
ഇതാണ് നമ്മുടെ താളി കേട്ടോ. അപ്പൊ ഒന്നില്ലെങ്കിൽ ഇത് നമുക്ക് വെറുതെ തല തേക്കാം, കുളിക്കുന്ന സമയത്ത് തേച്ച് പിടിപ്പിച്ചിട്ട് കളയാം. അതല്ലെങ്കിൽ നമുക്കിത് മാസ്ക് പോലെ എടുക്കാം. അപ്പൊ എന്നിട്ട് ബാക്കിയുള്ളത് നമുക്ക് കുളിക്കാൻ നേരത്തിട്ട് ഇതുപോലെ തല തേച്ച് കളഞ്ഞാൽ മതി കേട്ടോ. അപ്പൊ ഞാനിതില് അല്പം നെല്ലിക്കപ്പൊടി ഇടുന്നുണ്ട് കേട്ടോ, വേണ്ട പേസ്റ്റ് പോലെ ആക്കാനായിട്ട്, നമുക്ക് തലയിൽ തേക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇതിലേക്ക് 2 സ്പൂൺ നെല്ലിക്കപ്പൊടി ഇടുന്നുണ്ട് കേട്ടോ, 2 സ്പൂൺ നെല്ലിക്കപ്പൊടി ഇടുന്നുണ്ട്. പറ്റുന്നുണ്ടോ? ഇങ്ങനെ കൈകൊണ്ട് തന്നെ നമുക്ക് മിക്സ് ചെയ്ത് പേസ്റ്റ് പോലെ ആക്കി വെക്കാം. സമയമില്ലാത്തവർ തലേ ദിവസം വേണമെങ്കിൽ ഇതുപോലെ നിങ്ങൾക്ക് ഇങ്ങനെ പേസ്റ്റ് ആക്കി വെക്കാം കേട്ടോ. എന്നിട്ട് പിറ്റേ ദിവസം രാവിലെ തേച്ചാൽ മതി. ഇത് തേച്ചങ്ങോട്ട് കഴുകി കളയുമ്പോഴേ, വെറും വെള്ളത്തിലാണ് കേട്ടോ കഴുകി കളയേണ്ടത്. കഴുകി കളയുമ്പോൾ എന്ത് സോഫ്റ്റ് ആയിരിക്കും എന്നറിയോ മുടി, ഒരു ഭംഗിയായിരിക്കും കാണാൻ. നല്ല തണുപ്പായിരിക്കും. നമ്മൾ തല തേക്കുമ്പോൾ തന്നെ ആ ഇപ്പൊ ചൂടെടുത്തിരിക്കുന്ന സമയമല്ലേ, വേനൽക്കാലത്ത് തലയൊക്കെ നല്ലോണം ചൂടായിരിക്കും നമുക്ക്. അപ്പൊ ഈ സമയത്ത് നമ്മൾ അകത്തേക്ക് വേണ്ട ഫ്രൂട്ട്സും കാര്യങ്ങളും വെള്ളമൊക്കെ കഴിച്ചുകൊണ്ടിരിക്കണം കേട്ടോ. അപ്പോൾ നമുക്കതിന് ഒരു മാറ്റം വരും. ഞാൻ ഇന്നലത്തെ പാക്ക് തേച്ചത് ഷോർട്ടായിട്ട് ഇടുന്നുണ്ട് കേട്ടോ. നിങ്ങൾ എനിക്കിപ്പോൾ ഇരുന്നുകൊണ്ട് എനിക്ക് ഒരുപാടൊന്നും തേക്കാൻ പറ്റില്ല, അതുകൊണ്ടിട്ടാണ് കേട്ടോ. ഇത് തേച്ച് പിടിപ്പിക്കുമ്പോൾ നമ്മുടെ നെല്ലിക്കപ്പൊടിയുടെ ഗുണം ഉണ്ടാവും. പിന്നെ നമ്മുടെ ഈ ചെമ്പരത്തി മുടി വളരാനും മുടിക്ക് നീട്ടവും വയ്ക്കും കേട്ടോ. അപ്പോൾ ഇത് നിങ്ങളൊന്ന് തേച്ച് പരീക്ഷിച്ച് നോക്കുക. എന്നാലും ഞാൻ അല്പം ഒന്ന് കാണിച്ചു തരാം കേട്ടോ എങ്ങനെയാന്ന്. ഇത് മുഴുവനും തേക്കാൻ പറ്റില്ല കേട്ടോ. ഇതിന്റെ വീഡിയോ ഞാൻ കാണിച്ചു തരാം ഫുള്ള് എടുത്തിട്ട് കേട്ടോ. നമുക്ക് മുടി മാറ്റി ലെയറായിട്ട് ഇങ്ങനെ തേച്ചിട്ട് എപ്പോഴും സ്കാൽപ്പ് മുതൽ തേച്ച് തുടങ്ങണം കേട്ടോ. സ്കാൽപ്പ് മുതൽ അറ്റം വരെ, മുടിയുടെ അറ്റം വരെ തേച്ച് ഇങ്ങനെ ഓരോ ഇതായിട്ട് എടുക്കാൻ പറ്റും കേട്ടോ. ലെയറായിട്ട് എടുത്ത് തേച്ച് പിടിപ്പിച്ച് നമുക്ക് ഇത് കെട്ടിവെക്കാം. എന്നിട്ട് കുളിക്കാൻ നേരത്തെ വെറുതെ വാഷ് ചെയ്ത് കളഞ്ഞാൽ മതി കേട്ടോ. വാഷ് ചെയ്ത് കളഞ്ഞിട്ട് ഇതുപോലെ വെറും വെള്ളത്തിൽ വാഷ് ചെയ്ത് കളഞ്ഞിട്ട് മുടി ഉണങ്ങി കഴിയുമ്പോൾ നമ്മൾ വിടുത്തി കെട്ടിവെച്ചാൽ മതി കേട്ടോ. അപ്പോൾ ഇതുപോലെ എല്ലാവരും ചെയ്തോളൂ. ഈ വേനൽക്കാലത്ത് ഏറ്റവും ബെസ്റ്റായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന താളിയാണ് കേട്ടോ. അപ്പോൾ ഇതെല്ലാവരും ഉപയോഗിച്ചിട്ടൊക്കെ റിസൾട്ട് പറയാം കേട്ടോ. അപ്പോൾ എല്ലാവർക്കും നല്ലത് വരട്ടെ. നാളെ നല്ലൊരു ടിപ്പുമായിട്ട് കാണാം.